ഓരോ മോഡൽ എക്സാമിൽ കൂടി കടന്നു പോകുന്നു. വീക്കിലി റിവിഷൻ എക്സാം ആൻഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന LPST UPSC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ പഠനം ഊർജിതമാക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എൻട്രി അവതരിപ്പിക്കുന്നു LPST UPSC വിജയപഥ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ കോഴ്സ്. ഈ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും മികച്ച റാങ്ക് തന്നെ നേടണം. അതിനുവേണ്ടി ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും കൂടുതൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കോഴ്സ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് LPUP വിജയപഥ് എന്ന് പറയുന്ന കോഴ്സ് എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ഒരു കോഴ്സ് 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 100 ദിവസം കൊണ്ട് സിലബസ് പൂർണ്ണമാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 5 ദിവസത്തെ പ്രീ കോഴ്സ് ആക്ടിവിറ്റി ആണ്. എന്താണ് ഈ പ്രീ കോഴ്സ് ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഒരു എക്സാമിന് മുന്നോട്ട് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് സിലബസ് ആണ്. അപ്പോൾ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ LPSC UPSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് നടന്ന NCA എക്സാമിന്റെ സിലബസ് ആണ്. ഈ സിലബസിൽ ഓരോ മേഖലകളും ഓരോ സബ്ജക്റ്റും, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, അതല്ല ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഇതിലൊക്കെ ഓരോ സബ്ജക്റ്റും എത്ര മാർക്കിനാണ് പഠിക്കേണ്ടത്, അതിൽ വിശദമായിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ്, ഏതൊക്കെ മേഖലകളാണ് നമ്മൾ പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വിശദമാക്കുന്ന സിലബസിൽ നമ്മൾ സിലബസ് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതാണ് സിലബസ് ഡിസ്കഷൻ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വിദഗ്ധ അധ്യാപകരും സിലബസ് വെച്ചുകൊണ്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ഏതൊക്കെ മേഖലകൾ പഠിക്കണം, അവിടെ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്, അതിനുവേണ്ടി നമ്മൾ പഠന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പ്രീ കോഴ്സ് ആക്ടിവിറ്റിയിൽ സിലബസ് ഡിസ്കഷൻ. ഓരോ സബ്ജക്റ്റും വെവ്വേറെ അധ്യാപകർ, സ്പെഷ്യലൈസ് അധ്യാപകർ തന്നെയായിരിക്കും നയിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് PYQ അനാലിസിസ് ആണ്. കഴിഞ്ഞു പോയ LPSC UPSC എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ മുൻകാല ചോദ്യങ്ങൾ, അതുമായിട്ടുള്ള അനുബന്ധ വിവരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടമായിട്ട് എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ പരിചയപ്പെടുകയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇതായിരുന്നു നമ്മുടെ മുന്നിൽ ഏറ്റവും പുതിയ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LPSC UPSC NCAയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം അവതരിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് പ്രീവിയസ് സിലബസ് മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞിട്ട് മുൻകാല ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു യൂസേഴ്സ് ലെവൽ ചെക്കിംഗ് എക്സാംസ്, ഒരു മോഡൽ എക്സാം എന്ന് നമുക്ക് പറയാം. നമ്മുടെ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള 100 മാർക്കിന്റെ ഒരു എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ 300 മാർക്കിന്റെ എക്സാമിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നറിവ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുന്നറിവാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇവിടെ എത്തുമ്പോൾ ഉദ്യോഗാർത്ഥികളായി നിങ്ങൾ പകച്ചു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുന്നു. ഈ ഒരു എക്സാം എഴുതുമ്പോൾ എനിക്ക് 20 മാർക്കാണ് കിട്ടിയതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ഇനി ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ആലോചനയാണ് നിങ്ങളിൽ വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് വീക്കായ സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡ്യൂസ് ആപ്പ് ഫീച്ചേഴ്സ്. എൻട്രിയുടെ LPSC UPSC ആപ്പിന്റെ സവിശേഷതകളാണ് നമ്മൾ നാലാമതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? മോഡൽ എക്സാംസ് ഉണ്ട്, ലൈവ് എക്സാംസ് ഉണ്ട്, അതുപോലെ ഒരുപാട് സ്പെഷ്യൽ പാക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായിട്ടുള്ള അറിവ് നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നതാണ് ഇൻട്രൊഡ്യൂസ് ആപ്പ് ഫീച്ചേഴ്സ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സെഷൻ. അതുപോലെ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷ അഭിമുഖീകരിക്കുന്ന എല്ലാ പേരും
അഭിമുഖീകരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് നമുക്ക് മോട്ടിവേഷൻ, അല്ലെ? നമ്മുടെ ഊർജം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു അവസ്ഥ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. എൻട്രി നിങ്ങളോടൊപ്പം ഊർജം പകരുന്നതിന് വേണ്ടി കരുത്തായിട്ട് തണലായിട്ട് എൻട്രി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, വിജയപഥ എന്ന് പറയുന്ന കോഴ്സിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് SCERT NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ കഴിഞ്ഞു പോയ LPSC UPSC എക്സാംസുകൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ LDC അല്ലെങ്കിൽ സാധാരണ ഒരു PSC എക്സാമിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ചോദ്യ രീതിയാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അതായത് പാഠപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മേഖലയും, എല്ലാ സിലബസിലും, എല്ലാ സബ്ജക്റ്റിനും ഏറെക്കുറെ പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കുന്നതും SCERT NCERT ബേസ്ഡ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ ഒരു ഫാക്ട് ഓറിയന്റഡ് ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള കടമ്പയാണ് നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കോഴ്സിന്റെ ഫേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 ഫേസിലൂടെയാണ് നമ്മുടെ കോഴ്സ് കടന്നു പോകുന്നത്. ഒരു ഫേസ് എന്ന് പറയുന്നത് 25 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഫേസ് 1 എന്ന് പറയുന്നത് 25 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകുന്നു. 25ാമത്തെ ദിവസം കഴിയുമ്പോൾ ഈ 25 ദിവസം നമ്മൾ എന്താണോ പഠിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മോക്ക് എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് 26 മുതൽ 50 ദിവസം വരെയാണ് ഫേസ് 2 എന്ന് പറയുന്നത്. ഫേസ് 2 എന്ന് പറയുന്നത് നമ്മൾ 50ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു മോക്ക് എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് 1ാമത്തെ ദിവസം മുതൽ 50ാമത്തെ ദിവസം വരെ നമ്മൾ എന്താണോ പഠിച്ചത് അതിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മോക്ക് എക്സാം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരു ലെസൺ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയമാണ്, സബ്ജക്റ്റ് വൈസ് ആയിട്ട് പഠിക്കാൻ കഴിയില്ലെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ പറഞ്ഞു തരുന്നതുമാണ്. എങ്ങനെയാണ് സബ്ജക്റ്റ് വൈസ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതുമാണ്. അടുത്ത നമ്മൾ ഫേസ് 3ലേക്ക് കടക്കുമ്പോൾ 50 മുതൽ 75 ദിവസം വരെയാണ് ഫേസ് 3 എന്ന് പറയുന്നത്. ആ ഫേസ് 3 അവസാനിക്കുന്നത് 75ാമത്തെ ദിവസമാണ്. 75ാമത്തെ ദിവസം എത്തുമ്പോൾ നമ്മൾ 1ാമത്തെ ദിവസം മുതൽ 75 ദിവസം വരെ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോക്ക് എക്സാംസ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഇത്രയൊക്കെ പരീക്ഷയെ ഉള്ളുവോ എന്ന് തോന്നും. ഇല്ല, ഒട്ടനവധി എക്സാംസ് നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാൻ കഴിയുന്നതാണ്. ഇതിനു പുറമെ ലൈവ് എക്സാംസ് ഉണ്ട്. അതുപോലെ 201 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ പ്രീവിയസ് ആയ പരീക്ഷാ പടവെട്ട് എന്ന് പറയുന്ന 99 ഡേയ്സ് നടന്ന എക്സാം സീരീസ് ഉണ്ട്. ആ എക്സാം സീരീസിന്റെ പാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിനൊക്കെ പുറമെ തന്നെ സർപ്രൈസ് എക്സാംസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനൊക്കെ പുറമെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് സ്ട്രക്ചറിന് പുറമെ നിങ്ങൾക്ക് ഒട്ടനവധി എക്സാംസ് കൂടി കിട്ടുന്നുണ്ട്. ഏകദേശം 10,000-ഓളം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്രയധികം ചോദ്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നെഗറ്റീവ് മാർക്ക് മാക്സിമം നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഇവിടെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ HSA കഴിഞ്ഞു പോയ LPUP റാങ്ക് ഹോൾഡേഴ്സ്, HSA റാങ്ക് ഹോൾഡേഴ്സ് അവരുടെയൊക്കെ വിജയ മന്ത്രത്തിൽ അവർ എടുത്തു പറഞ്ഞൊരു സവിശേഷത എന്ന് പറയുന്നത് എൻട്രിയുടെ മോഡൽ എക്സാംസും ഈ പറയപ്പെടുന്ന ലൈവ് എക്സാംസും ഒക്കെ തന്നെയായിരുന്നു അവരെ വിജയത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു ഘടകമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റ് ടീം വളരെ ശ്രദ്ധിച്ച് ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുള്ള എക്സാം സീരീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ലാസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞ ഫേസ് 4 75 മുതൽ 100 ദിവസം വരെയാണ് കടന്നു പോകുന്നത്. 100ാമത്തെ ദിവസം നമ്മളൊരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അതായത് 1ാമത്തെ ദിവസം മുതൽ 100ാമത്തെ ദിവസം വരെ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു മോക്ക് എക്സാമും അറ്റൻഡ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുന്നത് കോഴ്സിന്റെ മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഓരോ ഫേസിൽ ഒരു മോഡൽ എക്സാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് എക്സാംസ്, ലൈവ് എക്സാംസ്, സർപ്രൈസ് എക്സാംസ്, നമ്മൾ 201 മോഡൽ എക്സാംസ്, ഇതിനൊക്കെ പുറമെ തന്നെ നമ്മൾ ഫേസ് ഓരോന്ന് അഭിമുഖീകരിക്കുമ്പോൾ, ഫേസ് ഓരോന്ന് കടന്നു പോകുമ്പോൾ ഓരോ മോഡൽ എക്സാമിൽ കൂടി കടന്നു പോകുന്നു. വീക്കിലി റിവിഷൻ എക്സാം ആൻഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീക്കിലി റിവിഷൻ എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ വീക്കിലി റിവിഷൻ ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
എന്നുള്ളതാണ്. ഒരാഴ്ച നമ്മൾ എന്താണോ പഠിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീക്കിലി റിവിഷൻ എക്സാം ആവശ്യമല്ലേ? റിവിഷൻ ചെയ്യണ്ടേ? വെറുതെ അങ്ങ് 25 ദിവസം പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഓരോ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം കൂടുമ്പോൾ നമ്മൾ ആ ഒരു ആഴ്ച പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യപ്പെടുന്നു. ആ റിവിഷൻ എക്സാംസും നിങ്ങൾക്ക് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. സൂപ്പർ ക്ലാസ് ഹോളിഡേ ഉണ്ടായിരിക്കും. ഈ സൂപ്പർ ക്ലാസ് ഹോളിഡേയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മൾ പഠിച്ചപ്പോൾ 6 ദിവസം പഠിക്കുന്നു അല്ലെങ്കിൽ 5 ദിവസം പഠിക്കുന്നു, 2 ദിവസം നമുക്ക് ശനി ഞായർ എത്തുന്നു. ഈ ശനി ഞായർ നിങ്ങൾക്ക് സൂപ്പർ ക്ലാസ് ഹോളിഡേ ആണ് വരുന്നത്. എക്സ്ട്രാ ക്ലാസ്സുകൾ പഠിക്കുക, എക്സ്ട്രാ പോയിന്റ് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുവാനുമുള്ള സവിശേഷതയാണ് അവിടെ നിങ്ങൾക്ക് നൽകുന്നത്. വീക്ക്ലി ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ എൻട്രിയുടെ ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ വീക്ക്ലി ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വീക്ക് നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ലൈവ് സെഷൻസ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ACRT NCRT ബേസ്ഡ് എക്സാംസ് ഉണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് ഈ പറയുന്ന എക്സാംസിനൊക്കെ പുറമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ സിലബസ്, നമ്മുടെ എക്സാം പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമുക്ക് SCRT NCRT ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള SCRT NCRT ബേസ്ഡ് എക്സാംസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകരുടെ മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും നമുക്ക് വില്ലനായിട്ട് വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. മനഃശാസ്ത്രം ഒരു പൂവെടുക്കുന്ന അത്ര ലാഭത്തോടു കൂടി നമ്മുടെ നാസിർ സാറ് പഠിപ്പിച്ചു തരും. അത്രയും സിമ്പിളായിട്ട്. അപ്പം നാസിർ സാറിൻ്റെ സ്പെഷ്യൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു പാക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം സാറ് പഠിപ്പിച്ചു തരുന്നത്. കാരണം നമുക്ക് വലിച്ചു വാരി പഠിച്ച് സമയം കളയാനുള്ള ടൈം നമുക്കില്ല. അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല. പക്ഷെ നാസിർ സാറ് വളരെ ടൈം കൺസ്യൂം ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചു തരുന്ന രീതിയിലാണ് നാസിർ സാറിൻ്റെ സ്പെഷ്യൽ സൈക്കോളജി ക്ലാസ് എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ പാക്കായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വിജയപഥത്തിൽ എന്ന് പറയുന്നത്. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി അടുത്തതാണ് റാങ്ക് ബൂസ്റ്റർ ക്ലാസ്. നമുക്ക് ഈ പഠിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ഓരോ ദിവസം ക്ലാസ് കാണുന്നു, നമ്മൾ പഠിക്കുന്നു. റിവിഷൻ ക്ലാസ് സൂപ്പർ ഹോളിഡേ എത്തുമ്പോൾ അവിടെ സൂപ്പർ ഹോളിഡേ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സ്ട്രാ പോയിന്റ് ക്ലാസ് ഒക്കെ കാണുന്നതിന് പുറമേ തന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലേ? പുതിയ പുതിയ റാങ്ക് ബൂസ്റ്റർ ക്വസ്റ്റ്യൻസ്, ഇപ്പം നിലവിൽ വന്നു പോകുന്ന എക്സാംസ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഘടന, പ്രത്യേകിച്ച് സയൻസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് LP UPക്ക് സയൻസ് ഒരു വില്ലൻ തന്നെയായിട്ട് വരുന്നുണ്ട്. അവിടെ സുജയ് സാറിൻ്റെ സ്പെഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള PYQ ഡിസ്കഷനും അനാലിസിസും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഗത്ഭരായ 2 അധ്യാപകരും നിങ്ങളോടൊപ്പം റാങ്ക് ബൂസ്റ്റർ ക്ലാസ്സിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ റാങ്ക് ബൂസ്റ്റർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു പടി മുന്നിലേക്ക് നമ്മളെ എത്തിക്കുക എന്ന കടമ്പയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം പുതിയ പോയിന്റ്, നമ്മൾ അറിയപ്പെടാത്ത ചില മേഖലകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റെയർ ഫാക്ട് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് നമ്മുടെ പ്രദീപ് സാറും സുജയ് സാറും ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ബൂസ്റ്റർ ക്ലാസ് കൂടി ഇതിൽ ഉണ്ടായിരിക്കും. അടുത്തതാണ് സൂപ്പർ ഹോളിഡേ. ഞാൻ കുറിച്ച് പറഞ്ഞത് സൂപ്പർ ഹോളിഡേയെ കുറിച്ച് ഇപ്പോഴും ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. സൂപ്പർ ഹോളിഡേ എക്സാം അനാലിസിസ് ആണ്, അല്ലെങ്കിൽ എക്സാം നമ്മൾ എഴുതുന്നു. അതുവരെ നമ്മൾ എന്താണോ പഠിച്ചത്, ഇപ്പോൾ ഒരാഴ്ച നമ്മൾ പഠിച്ചു, ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സൂപ്പർ ഹോളിഡേ വരുമ്പോൾ ആ പഠിച്ച ദിവസങ്ങളെ 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ പഠിച്ചതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാമാണ് നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 6 ദിവസത്തെ പ്രോഗ്രസ്, 6 ദിവസത്തെ നമ്മൾ സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയത് എന്നതിന് നമുക്കൊരു ഉറപ്പ്, നമുക്കൊരു അറിവ് വരും. മീൻസ് നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ തലയിലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇനിയും റിവിഷന് പ്രാധാന്യം കൊടുക്കണം. വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, പഠിച്ചതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പറ്റേറ്റീവ് റിവിഷന് വേണ്ടി പ്രാധാന്യം കൊടുക്കണം. റിവിഷൻ നോട്ട്സ് തയ്യാറാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സൂപ്പർ ഹോളിഡേ എക്സാം അനാലിസിസ് ആണ് ഓരോ വീക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇതാണ് സൂപ്പർ ഹോളിഡേ എക്സാം അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സൈക്കോളജിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നാസിർ സാറിന്റെ സ്പെഷ്യൽ സൈക്കോളജി ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് ഫിലോസഫി, ഫൗണ്ടേഷനും ഇവാലുവേഷനും ഒക്കെ ചേർത്താണ് പറയുന്നത്. ഇവിടെ നമുക്ക് കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. കുറേ അധികം എന്ന് വെച്ചാൽ എത്രയെന്ന് അറിയാമോ?
1001 ചോദ്യങ്ങൾ പാക്കുമായിട്ട് വിനു സാറിന്റെ ഒരു സ്പെഷ്യൽ പാക്ക് ക്ലാസ് തന്നെ അവൈലബിൾ ആണ്. ഇത് കാണുന്നതോടുകൂടി നമുക്ക് ആ 24 മാർക്ക്, ഏകദേശം 20 മാർക്ക് എന്നാണ് നമുക്ക് പറയുന്നത് അല്ലേ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. പക്ഷേ നമ്മുടെ പെഡഗോഗി ബേസ് ചെയ്ത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ എടുക്കുമ്പോൾ അവിടെ നിന്ന് 2 മാർക്ക് 24ഓളം മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഈ 24 മാർക്കും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്ന രീതിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി 10,001 ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോ ക്ലാസ് ആണ്. വെറും എക്സാം ഒന്നുമില്ല, വീഡിയോ ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ PSC ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും സൈക്കോളജിയിൽ, അതായത് LPSA UPSA നമ്മുടെ HSA എക്സാം, പിന്നെ നമ്മുടെ കേറ്ററ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 10,001 ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോ ക്ലാസ് പോരെ. ഇനി ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ സൈക്കോളജിയിൽ 24 മാർക്കും നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കും ഭദ്രമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു പ്രോമിസ് എൻട്രി നൽകുന്നുണ്ട്. അത്രമാത്രം സുരക്ഷിതമായിട്ടാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആർക്കായിരുന്നാലും മാനസികമായിട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആകെ ഡെസ്പായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും. സോ മോട്ടിവേഷണൽ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രദീപ് സാറിൻ്റെ, സുജയ് സാറിൻ്റെ ഒക്കെ വീക്ക്ലി ആകുമ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ആയിട്ട് നമ്മൾ യാത്ര തുടരും. ഒരു എക്സാം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ഒരു എക്സാം എഴുതുന്നു, നമ്മൾ വിചാരിച്ച അത്രമാത്രം പരീക്ഷയ്ക്ക് മാർക്ക് ലഭിച്ചില്ല, നമ്മൾ മാനസികമായിട്ട് തളരുന്നു. ഒരു മോട്ടിവേഷൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഊർജ്ജം ലഭിക്കുന്നു, നമ്മൾ വീണ്ടും എഴുന്നേറ്റ് ഓടാനുള്ള ഒരു പ്രചോദനം അവിടെ നിന്ന് ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു മോട്ടിവേഷൻ എന്ന് പറയുക. മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് നമ്മുടെ പ്രഗത്ഭരായ എല്ലാ അധ്യാപകരും ഉണ്ടായിരിക്കും. നമുക്കിനി ഓരോ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടണ്ടേ? നമ്മുടെ ഓരോ സബ്ജക്റ്റ് ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നാസിം സാറും വിനു സാറും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഹിസ്റ്ററിയുമായിട്ട് വിശ്വനാഥൻ സാറും പ്രദീപ് മുഖത്തല സാറുമാണ് എത്തുന്നത്. ജോഗ്രഫിയുമായിട്ട് ബിബിൻ സാർ എത്തുന്നു. പൊളിറ്റിക്കൽ സയൻസുമായിട്ട് എക്കണോമിക്സുമായിട്ട് രഞ്ജിത്ത് സാറാണ് വരുന്നത്. സോഷ്യോളജിയുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഫിസിക്കൽ സയൻസുമായിട്ട് വിധു ഇന്ദ്രബാലൻ സാറിന്റെ ഫിസിക്കൽ സയൻസ് ക്ലാസ് ആയിരിക്കും. ബയോളജി നിമ്യ മിസ്സിന്റെ ക്ലാസ് ആണ്. കെമിസ്ട്രി ഉണ്ണി സാറിന്റെ ക്ലാസ്. മാത്തമെറ്റിക്സ് നമ്മുടെ വിശാഖ് പാവുമ്പ സാറും വിപിൻ സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മലയാളം ശ്രീനിധി സാറിന്റെ ക്ലാസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് രഞ്ജിത്ത് സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ഫാക്കൽറ്റി പൂൾ എന്ന് പറയുന്നത്. ഇത്രയും ഫാക്കൽറ്റീസ്, പ്രഗത്ഭരായ കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസിന്റെ ക്ലാസ് തന്നെയാണ് എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് LP-UP വിജയപഥത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റാങ്ക് എന്ന ലക്ഷ്യം, നമ്മുടെ കുട്ടികൾക്ക് റാങ്ക് ലഭിക്കുക എന്ന ലക്ഷ്യമാണ് എൻട്രിക്കുള്ളത്. എൻട്രിയുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്ന, LP-UP വിജയപഥ കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ ആദ്യത്തെ 20 റാങ്കിന് ഉള്ളിൽ എത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് എൻട്രിക്കുള്ളത്. ആ ഒരു ലക്ഷ്യം വച്ചുകൊണ്ടാണ് എൻട്രി ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഇനി നമുക്ക് പഠനത്തിനുള്ള സമയമാണ്. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോഴ്സിനെ കുറിച്ചും കോഴ്സിന്റെ ഡീറ്റെയിൽസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.